കരുണയ്ക്കും കാരുണ്യത്തിനും ഇത്രയും പ്രാധാന്യം കൊടുത്ത ഒരു വിശുദ്ധ ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. ലോകത്ത് ഒരു മതഗ്രന്ഥവുമില്ല. പരിശുദ്ധ ഖുർആൻ ശരീഫിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ ഒരൊറ്റ അധ്യായം ഒഴിച്ച് ബാക്കി 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ, കരുണാവാരിധിയായ, ദയാവാനായ, കരുണാമയനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാണ് വിശുദ്ധ ഖുർആന്റെ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത്. ഒരധ്യായത്തിൽ ബിസ്മി പറയാതിരുന്നപ്പോൾ മറ്റൊരധ്യായത്തിനുള്ളിൽ ആ ബിസ്മി കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹു തആല അതുകൂടി പരിഹരിക്കുകയുണ്ടായി. അങ്ങനെ അല്ലാഹു കാരുണ്യവാനാണെന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു കരുണാമയനാണെന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. ഈ റമളാൻ മാസത്തിൽ നാം ഓരോരുത്തരും 2 കാര്യങ്ങളാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്. ഒന്ന്, കാരുണ്യത്തിന് പ്രാധാന്യം കൊടുത്ത ഗ്രന്ഥം, കാരുണ്യത്തിന് പ്രാധാന്യം കൊടുത്ത പ്രവാചകൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശുദ്ധി, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കരുണ, ഇതൊക്കെ നാം എത്രയോ പ്രസംഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്വന്തം ത്വായിഫിന്റെ മലഞ്ചെരുവിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ. സ്വലാത്തുറക്ക ചൊല്ല, അതിന്റെ പേരിൽ തീവ്രവാദികൾ അത് പറയൂലല്ലോ. സ്വലാത്തുറക്ക ചൊല്ല. മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, മൽഹറുൽ അത്തമായ മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ, മുഹദ്ദിദു ജിഹാദിൽ അദാലത്തി മുഹമ്മദ് മുസ്തഫ, മർകസു ദായിറത്തുൽ ഫുതുവത്തി മുഹമ്മദ് മുസ്തഫ, വബദുർ സമാഇൻ നുബുവത്തി മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ച സൃഷ്ടിപ്പിന് അല്ലാഹു തആല റാബിതീരിയലാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ. 9.5 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിന്റെ കാരിരുമ്പഴിക്കുള്ളിൽ ഉറങ്ങാൻ പോലും കഴിയാതെ ഉറക്കമൊഴിഞ്ഞ രാത്രികളിൽ കോയമ്പത്തൂർ ജയിലിന്റെ അകത്തളങ്ങളിൽ കഴിയേണ്ടി വരുമ്പോൾ എന്റെ രാത്രികളെ സജീവമാക്കിയ, എന്റെ രാത്രികളെ ഓരോ നിമിഷങ്ങളും ഫലവത്താക്കിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രവാചകനോടുള്ള എന്റെ സ്നേഹമായിരുന്നു, എന്റെ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തായിരുന്നു. എനിക്ക് എന്റെ ജയിൽവാസം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്, എന്റെ ജീവിതത്തിൽ ഈ 9 വർഷക്കാലത്തിന് മുമ്പ് 33ാമത്തെ വയസ്സിൽ ഞാൻ ജയിലിലേക്ക് പോയെങ്കിൽ, 42 വയസ്സായപ്പോൾ ഞാൻ ജയിലിൽ നിന്നിറങ്ങിയെങ്കിൽ, ആ 33 വയസ്സ് വരെയും ഞാൻ എന്റെ പ്രവാചകന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിനേക്കാൾ അധികം സ്വലാത്ത് 9 വർഷക്കാലം കൊണ്ട് ഈന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായയിൽ പരിരസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തെ 140 കോടി വിശ്വാസികളുടെ ചങ്കിലെ ചോരയായ, ലോകത്തെ മുഴുവൻ വർദ്ധിതരുടെയും വിമോചകനായ, ലോകത്തെ മുഴുവൻ അടിച്ചമർത്തപ്പെട്ടവരുടെയും വിമോചകനായ, ലോകത്തെ മുഴുവൻ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെയും വിമോചകനായ മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരിൽ ചൊല്ലാൻ കഴിഞ്ഞ സ്വലാത്ത് 9 വർഷക്കാലം എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം എനിക്ക് പകർന്നതാണ്, ഏറ്റവും അധികം സമാധാനം എനിക്ക് പകർന്നതാണ്. പലരും കരുതുന്നത് എന്നെ 9 വർഷക്കാലം കൊണ്ടുപോയി പൂട്ടിയിടാൻ കഴിഞ്ഞത് കൊണ്ട് അവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ്, അവർക്ക് എന്തൊക്കെയോ ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ്. അക്കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ, ബി.ആർ. കൃഷ്ണയ്യരെ പോലെ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കാലില്ലാത്ത മനുഷ്യനെ കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുന്നത്, അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ജയിലിലടച്ചിരിക്കുന്നത്, തുറന്നു വിട്ടുകൂടെ, പുറത്തു വിട്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന മലയാളിയായ ഒരാൾ പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് കാലില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നാക്കിന് കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നെ അവിടെ കിടത്തിയവർക്ക് ലാഭം കൊയ്യാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ, എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ തടിയുടെ തൂക്കം കുറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ കുറഞ്ഞു, 48 കിലോ തൂക്കം വരെ എന്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞിരുന്നു. മഹാനായ മെഹ്ബൂബേ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠു സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ഇഖ്ലാസിന് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. നാളെ അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹാനുഭാവൻ നീണ്ട കുറെ കാലം എന്റെ ഒരു വിവരങ്ങളും പുറത്തറിയാതിരിക്കുമ്പോൾ, എന്റെ ഒരു വിവരങ്ങളെ
കുറിച്ചും ആരും കേൾക്കാതിരിക്കുമ്പോൾ, എന്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കുമ്പോൾ, എന്റെ ഭാര്യയെ നീണ്ട 4.5 വർഷക്കാലം ജയിലിൽ എന്നെ കാണാൻ വിടാതെ 4.5 വർഷക്കാലം എന്റെ ഭാര്യയും മക്കളെയും കാണാതെ ഞാൻ ഇരിക്കേണ്ടി വന്നപ്പോൾ, 4.5 വർഷക്കാലം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ പല വേദികളിലും പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കാസറ്റിലൂടെ കേട്ടിട്ടുണ്ടാകും, എന്റെ കേസിൽപ്പെട്ട 1-ാം പ്രതിയായിരുന്ന മിസ്റ്റർ ഭാഷ, അദ്ദേഹത്തിന്റെ പേരിൽ വേറെ 2 ജീവപര്യന്തം കുറ്റം, ജീവപര്യന്തം കേസുകൾ, അദ്ദേഹത്തിന് ജീവപര്യന്തം തടവുണ്ട്. 2 കേസുകൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ 2 കോടതികൾ ശിക്ഷിച്ചത്. അങ്ങനത്തെ മിസ്റ്റർ ഭാഷായിക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ വീതം കോടതി പരോള് കൊടുത്തു. നിരവധി പേർക്ക് പരോള് കൊടുത്തു. എന്റെ കേസിൽപ്പെട്ട ഞാനല്ലാത്ത എല്ലാവർക്കും പരോള് കൊടുത്തു. എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള അവസരം കൊടുത്തു. ഞാനല്ലാത്ത എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു. എത്രത്തോളം പരോളിന്റെ വ്യാപ്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാനൊരു അല്പം രസം കലർത്തി പറഞ്ഞോട്ടെ, ആ പരോളിന്റെ വ്യാപ്തി 9.5 വർഷക്കാലമായി ജയിലിരിക്കുന്ന സഹോദരന്മാരിൽ പലർക്കും 4 വയസ്സും 3 വയസ്സുമുള്ള കുട്ടികളുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, പരോളിന്റെ വ്യാപ്തിയെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 9.5 വർഷം കൊണ്ട് ജയിലിരിക്കുന്നവർക്ക് 4 വയസ്സുള്ള കുട്ടികളുണ്ട് എന്ന് പറയുകയും അവർ പരോളിൽ പോവുകയും ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്രയും സ്വതന്ത്രമായ അവസ്ഥയിൽ പരോളുകൾ അനുവദിക്കപ്പെട്ടിട്ടും വിനീതനായ എനിക്ക് പരോൾ അനുവദിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ നാട്ടിലെത്താൻ എന്നെ സമ്മതിച്ചില്ല. അതിനുശേഷം എനിക്ക് നിരന്തരമായി കഠിനമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ എന്നെ ചികിത്സിക്കാൻ പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അങ്ങനെ എല്ലാം എന്നെ പൂട്ടിയിട്ടു. പക്ഷേ എന്നെ പൂട്ടിയിട്ടപ്പോൾ എല്ലാ കോടതികളും എന്നെ കൈവിടിഞ്ഞപ്പോൾ, സുപ്രീം കോടതി എന്നെ കൈവിടിഞ്ഞപ്പോൾ, ഹൈക്കോടതി എന്നെ കൈവിടിഞ്ഞപ്പോൾ, ഭരണകൂടം എന്നെ കൈവിടിഞ്ഞപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നെ കൈവിടാത്ത ഒരു ശക്തിയെ കുറിച്ച് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ കൈവിടുന്നില്ല മക്കളെ. അല്ലാഹുവിനെ കുറിച്ചുള്ള എന്റെ ബന്ധവും, അല്ലാഹുവിനെ കുറിച്ചുള്ള എന്റെ സ്നേഹവും, അല്ലാഹുമായിട്ടുള്ള എന്റെ ഇഷ്ടവും, എന്റെ ഹൃദയങ്ങൾ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്ത് എന്റെ റബ്ബുമായിട്ട് ഞാൻ കൊളുത്തിവെച്ച ആ ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 100ഓളം വരുന്ന കരങ്ങളിൽ പിടിച്ച് എനിക്ക് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ചൊല്ലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. എന്റെ റബ്ബ് എനിക്ക് തന്ന മഹാഭാഗ്യമാണത്. ഞാൻ പുറത്തു നിന്നാ പറ്റുമായിരുന്നോ? പുറത്തു നിന്നാ ഞാൻ കഴിയുമായിരുന്നോ? എനിക്ക് 100ഓളം വരുന്ന കൈകളിൽ പിടിച്ച് തൗഹീദിന്റെ സന്ദേശം ചൊല്ലിക്കൊടുക്കാൻ, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ആരായിരുന്നു ആ 100 പേര് അല്ലെങ്കിൽ ആ 100ഓളം പേര്? കൊള്ളക്കേസിനുള്ളിൽ വന്നവര്, കൊലപാതക കേസിൽ വന്നവര്, സ്വന്തം ഭാര്യയെ വെട്ടിമുറിച്ചിട്ട് കിണറ്റിലിട്ടവര്, സ്വന്തം കാമുകിയെ കൊന്നുകൊണ്ട് കാട്ടിലെറിഞ്ഞവര്, ഇങ്ങനെയൊക്കെയുള്ള പല സഹോദരന്മാരും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവരെല്ലാം ഇന്ന് പരിശുദ്ധമായ കലിമത്തു തൗഹീദിന്റെ വാഹകരായിട്ട് ജയിലിൽ കഴിയുന്നവരുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു പോയവരുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വീട്ടിലെ 3 സഹോദരന്മാർ കൊലപാതക കേസിൽ ജയിലിൽ പെട്ടിരുന്നു. ആ 3 പേരും കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു. ആ 3 പേരും ജയിലിൽ നിന്ന് ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം തന്നെ ഞാൻ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വക്കീൽ ഫീസ് കൊടുത്തിട്ട് അവരെ ജാമ്യത്തിൽ ഇറക്കി. 3-ാമത്തെ ദിവസം അതിലൊരു സഹോദരൻ, മദൻ കുമാർ എന്ന സഹോദരൻ, ഫൈസൽ എന്ന് പേര് കിട്ടിയ സഹോദരൻ, അയാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, വെളിയിൽ വന്ന് 3-ാമത്തെ ദിവസം എന്റെ പെങ്ങൾ ബേബി പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു. അവരും ഇപ്പോൾ നോമ്പ് നോക്കുന്നുണ്ട്, അവരും ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് 2 ദിവസം മുമ്പ് പറയുകയുണ്ടായി. ഞാനിത് പറയുന്നത്, എന്നെ കാലിലും വഴിക്കുള്ളിൽ അടച്ചവർ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, അവർ വിജയിച്ചു എന്ന് കരുതണ്ട. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിജയിച്ചത് ഞാനാണ്. ഒരു ദിവസമെങ്കിലും എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. ഒരു ദിവസമെങ്കിലും എനിക്ക് പുറത്തു വരാൻ പറ്റി. ഒരു ദിവസമെങ്കിലും എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ പറ്റി. ഒരു ദിവസമെങ്കിലും എന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം എനിക്ക് കഴിയാൻ പറ്റി. എന്റെ പൂർണ്ണമായ നിരപരാധിത്വം, എനിക്കെതിരെ എത്ര ചാർജുകൾ ചുമത്തപ്പെട്ടിട്ടും അതെല്ലാം ഒന്നൊന്നായി കോടതി യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അതിന്റെ പേരിൽ ഏറ്റവും ആദ്യം സ്തുതിക്കുന്നത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ, ഫറോവായെ തകർത്ത തമ്പുരാനെ, നമ്രൂദിനെ തകർത്ത തമ്പുരാനെ, അബൂജഹലിനെ തകർത്ത തമ്പുരാനെ, അബൂലഹബിനെ തകർത്ത തമ്പുരാനെ, എല്ലാ ഭീകരന്മാരെയും എല്ലാ ഭീകര ഭരണകൂട ഭീകരതയെയും തകർത്ത് തരിപ്പണമാക്കിയ തമ്പുരാനെ, നിന്റെ സഹായമാണ്. രണ്ടാമത് എനിക്കുള്ള കടപ്പാട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളോടാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടാണ്, പ്രത്യേകിച്ച് പ്രവാസികളായ എന്റെ സഹോദരന്മാരോടാണ്. എന്റെ ഭാര്യ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു, എന്റെ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. സംഭാവന എന്തെങ്കിലും കേസ് നടത്താൻ വേണ്ടി കാശ് ചോദിക്കാൻ പല സമ്പന്നന്മാരുടെയും വീട്ടിലെത്തിയപ്പോൾ ആക്ഷേപിച്ചു വിട്ടു, അവഹേളിച്ചു വിട്ടു, പലരും മോശമായ പദപ്രയോഗങ്ങൾ നടത്തിവിട്ടു. കോഴിക്കോട് ജില്ലയിലെ ഒരു വീട്ടില് സുപ്രീം കോടതിയിൽ NSA ചുമത്തപ്പെട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടത്തുമ്പോൾ